മുസ്ലിം ലീഗ് നേതാവും മുൻ MLA-യുമായ KNA ഖാദറിന്റെ ആത്മകഥ പുറത്തിറങ്ങി. പ്രതിപക്ഷ നേതാവ് VD സതീശൻ PK കുഞ്ഞാലിക്കുട്ടിക്ക് നൽകിയാണ് വ്യാകരണമില്ലാത്ത ജീവിതം പ്രകാശനം ചെയ്തത്. പ്രായോഗിക രാഷ്ട്രീയം തിരിച്ചറിഞ്ഞാണ് KNA ഖാദർ CPI-യിൽ നിന്ന് ലീഗിലെത്തിയതെന്ന് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. രാഷ്ട്രീയ പ്രവർത്തകൻ, എഴുത്തുകാരൻ, പ്രാസംഗികൻ, പാർലമെന്റേറിയൻ തുടങ്ങി KNA ഖാദർ സഞ്ചരിച്ച വഴികൾ ജീവചരിത്രത്തിൽ വിശദമായി പറയുന്നുണ്ട്. രാഷ്ട്രീയം, യാത്രകൾ, കമ്മ്യൂണിസം, അനുഭവങ്ങൾ തുടങ്ങിയവ ഉൾപ്പെടുത്തിയതാണ് ബൃഹത്തായ ആത്മകഥ. ആത്മകഥ എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ടും അങ്ങനെയുള്ള ആത്മകഥകളൊന്നും ഇന്നത്തെ കാലത്ത് ആളുകൾ വായിക്കില്ല. ആയിരക്കണക്കിന് പേജിലെ ഇത്രാം തീയതി ജനിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടൊന്നും അതൊന്നും വായിക്കില്ല. അപ്പോൾ അനുഭവങ്ങളുടെ ഒരു സമാഹാരമാണ്, ആത്മകഥാംശമുള്ള അനുഭവങ്ങളുടെ സമാഹാരമാണ്. പ്രകാശനത്തിന് മുൻപ് തന്നെ പുസ്തകം വായിച്ചു തീർത്ത വായനക്കാരനെ പോലെയായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ പ്രസംഗം. എന്നെ അത്ഭുതപ്പെടുത്തിയത് ഈ പുസ്തകത്തിൽ ചെറുപ്പം തൊട്ട് അദ്ദേഹം കണ്ടുവരുന്ന ഒരുപാട് മനുഷ്യരുടെ പേരുകൾ അദ്ദേഹം ഓർത്തു വെച്ചിരിക്കുന്നെന്നാണ്. ഞാൻ ഈ പുസ്തകം മടക്കി വെച്ചിട്ട് എന്റെ ബാല്യത്തിൽ ഞാൻ കണ്ടുവരുന്ന ആളുകളുടെ പേരുകൾ ഇങ്ങനെ ഓർക്കാൻ ശ്രമിച്ചു. പലതും എനിക്ക് പറ്റുന്നില്ല, പേരുകൾ വരുന്നില്ല. KNA ഖാദർ CPM വിട്ട് ലീഗിലെത്തിയതിനെ കുറിച്ച് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ പ്രതികരണം ഇങ്ങനെ: പിന്നെ ലീഗിൽ വന്നതിന് ശേഷം ആണ് അദ്ദേഹം കൂടുതൽ അറിയപ്പെട്ടത് എന്നുള്ളതിൽ നമുക്ക് ഒരു വലിയ സന്തോഷമുണ്ട്. പിന്നെ മുസ്ലിം ലീഗിൽ വന്നപ്പോൾ അദ്ദേഹത്തിന് MLA ആവാൻ കഴിഞ്ഞു. അതൊരു നിയമജ്ഞൻ എന്നുള്ള നിലക്ക് നിയമനിർമ്മാണ സഭയിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ആ സാന്നിധ്യം നിയമനിർമ്മാണ സഭയ്ക്ക് നല്ലൊരു മുതൽക്കൂട്ടായിട്ടുണ്ട്. 2 വർഷം കൊണ്ട് പൂർത്തിയാക്കിയ വ്യാകരണമില്ലാത്ത ജീവിതം എന്ന ആത്മകഥ മാതൃഭൂമി ബുക്സാണ് പുറത്തിറക്കിയത്. PK കുഞ്ഞാലിക്കുട്ടി, ആലങ്കോട് ലീലാകൃഷ്ണൻ, MV ശ്രേയാംസ് കുമാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. മീഡിയ 1 മലപ്പുറം.